നീ തന്നെ അവനോട് സംസാരിക്കേ. ഈ വീട്ടിനകത്തിപ്പോ അവന്റെ കല്യാണക്കാരി മാത്രമാണ് ഇപ്പൊ ചർച്ച. അതുകൊണ്ട് തന്നെ അവൻ അധികം നേരം ഇതിനകത്ത് ഇരിക്കാറില്ല. ഈ അലീന എന്ന പെൺകുട്ടി എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട്? ഇവിടെ 2 തവണ വന്നിട്ടുണ്ടാവും. അവസാനം വന്നപ്പോ എനിക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിച്ചിട്ടാ പോയത്. ഇത്രയും കാലത്തിനിടയ്ക്ക് അമ്പാടി മതിപ്പോടെ ഒരു പെൺകുട്ടിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അലീന ടീച്ചറിനെ കുറിച്ച് മാത്രമാണ്. അമ്പാടിയുടെ മനസ്സിലുള്ള കല്യാണ പെണ്ണ് ഏത് സ്വഭാവക്കാരിയാ? ഞാനും അമ്പാടിയെ പോലെയാണ്. എനിക്ക് സ്വതന്ത്രമായിട്ട് നടക്കണം. കൂച്ചുവിലങ്ങുകൾ പാടില്ല. എന്നെ ബുള്ളറ്റിന് പിന്നിലിരുത്തിക്കൊണ്ട് പോകണമെന്നൊക്കെ താല്പര്യം തോന്നുന്നു. തൽക്കാലം അത്തരം ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി. ആരായിരിക്കും? സമുദ്രയാണോ? എന്റെ ശബ്ദം തിരിച്ചറിഞ്ഞല്ല. ഭാഗ്യം. നീ ഇങ്ങ് പോന്നോ? ആ, അച്ഛനും വന്നിട്ടുണ്ട്. ആഹാ, അമ്മാവനെ കുറിച്ചുള്ള ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ചുരുങ്ങിയ വാക്കുകളിൽ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇലക്ഷനൊക്കെ അടുത്ത് വരികയല്ലേ, അപ്പൊ അമ്മാവനെ ഒന്ന് ഉയർത്തിക്കാട്ടാന്ന് കരുതി. അച്ഛന്റെ രാഷ്ട്രീയ ഭാവിയേക്കാൾ വലുത് എന്റെ ഫ്യൂച്ചറാ. നിനക്കെന്താ കുഴപ്പം? നീ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് അല്ലേ? വിവാഹത്തിന് വേണ്ടി വീട്ടില് നല്ല പ്രഷറുണ്ട്. നീ സുന്ദരിയ, ആവശ്യത്തിന് വിദ്യാഭ്യാസവും ഉണ്ട്. പിന്നെ കുടുംബമഹിമ പറയാനാണെങ്കിൽ സച്ചിദാനന്ദൻ എന്ന പൊളിറ്റീഷ്യനെ ഓരോ മലയാളിക്കും അറിയാം. അദ്ദേഹത്തിന്റെ മരുമകനാകാൻ അതുകൊണ്ട് പയ്യന്മാരുടെ ക്യൂ ആയിരിക്കും. അങ്ങനെ ക്യൂ നിൽക്കുന്ന പയ്യന്മാരെ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെ മതി. എനിക്കൊരു മുറച്ചെറുക്കനുണ്ട്. കുട്ടിക്കാലം മുതലേ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചൂടൻ പയ്യൻ, പരാക്രമി. അയാളാ എന്റെ മനസ്സില്. എടി, ഞാനൊരു SI ആവാൻ മോഹിക്കുന്ന ചെറുപ്പക്കാരനാ. സർവീസ് കയറിയാലോ? നീ പറഞ്ഞതുപോലെ പരാക്രമി തന്നെയായിരിക്കും. മുഖം നോക്കാതെ ആക്ഷൻ എടുക്കും. തെറ്റ് കണ്ടാൽ അങ്ങനെയുള്ളവർക്ക് ശത്രുക്കൾ കൂടും, അപകടവും. അങ്ങനെ ഒരാളുടെ ഭാര്യയായിരിക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ല, റിസ്ക് ആണ്. അച്ഛൻ വിചാരിച്ച ആ റിസ്ക് ഒക്കെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ക്രിമിനൽസ് കുറഞ്ഞ ഏതെങ്കിലും സ്റ്റേഷനിൽ നിയമനം ഉറപ്പാക്കാം. അച്ഛൻ ശുപാർശ ചെയ്യുന്നത് അനന്തരവന് ഇഷ്ടമല്ലല്ലോ, അതല്ലേ പ്രശ്നം. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല, ഒന്നിച്ചിരിക്കാന്ന് പറഞ്ഞാ വന്ന്. എനിക്ക് വിശപ്പില്ല. നീ എന്താന്ന് വെച്ചാ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കുക. എന്നാലും എനിക്കിപ്പോ ഇരിക്കില്ല. ഇങ്ങനൊരു കഠിന ഹൃദയനെയാണല്ലോ ഞാൻ സ്നേഹിക്കുന്നത്. ഇവളിനി കുറച്ചു ദിവസം ഇവിടെ കാണുമോ എന്തോ. എങ്ങനെയുണ്ടായിരുന്നു അമ്മാവനെ കുറിച്ചുള്ള ഇന്റർവ്യൂ? താങ്ക്സ്, നന്നായിരുന്നു. ഗ്രേറ്റ്. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം നന്നായിട്ടുണ്ടെന്ന്. പിന്നെ എന്തിനാ ചോദിച്ചത്? ഇനി എതിരഭിപ്രായം പറയുവാണെങ്കിൽ അതിനൊരു മറുപടി പറയാൻ വേണ്ടി തന്നെയാ. അമ്മാവൻ വീട്ടിലെത്തിയിട്ടുണ്ട്. നേരിട്ട് തന്നെ അഭിപ്രായം കേട്ടോ. എന്താടാ? എന്റെ അടുത്തൊരാള് നിൽപ്പുണ്ട്, ഞാൻ കൊടുക്കാം.
ഹലോ സർ, ഞാനാണ് അലീന. ഹലോ 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 സർ. ആ പറയൂ. ആ അന്നത്തെ ഇന്റർവ്യൂ എങ്ങനെയുണ്ടെന്ന് അറിയാനാ വിളിച്ചത്. മോശമായില്ലല്ലോ? ഏയ് ഇല്ല, എന്നെ കുറിച്ച് വന്നിട്ടുള്ള അപൂർവം ചില നല്ല ഇന്റർവ്യൂകളിൽ ഒന്ന്. താങ്ക് യു സർ. താങ്ക്സ് പറയേണ്ടത് ഞാൻ അങ്ങോട്ടല്ലേ. സാറിനെ പോലെ ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയത് എന്റെ ഭാഗ്യമാണ് സർ. ഇലക്ഷൻ അടുത്ത് വരുന്നതനുസരിച്ച് ഇനിയും ഇന്റർവ്യൂ പ്രതീക്ഷിക്കാം. ആ ശരി, ഞാനിവിടെ അമ്പാടിയുടെ വീട്ടിലുണ്ട്. സമയമുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങ്. ശരി സർ, വെക്കട്ടെ. തൃപ്തിയായോ? നല്ല ഭാഷയിലാ എഴുതിയത്. അത് വായിക്കുന്ന ആർക്കും അദ്ദേഹത്തോടുള്ള ബഹുമാനം കൂടും. അതുകൊണ്ട് എനിക്ക് ടെൻഷനൊന്നുമില്ല അഭിപ്രായം മോശമാവുമെന്ന്. അമിതമായ ആത്മവിശ്വാസം ഒന്നിനും നല്ലതല്ല. എന്റെ എഴുത്ത് നീരജ മഹാദേവന്റെ എഴുത്തുമായി നല്ല സാമ്യമുണ്ട്. അങ്ങനെയുള്ളപ്പോ അമിത ആത്മവിശ്വാസം ഉണ്ടായിന്നൊക്കെ വരും. അത് തെറ്റൊന്നുമല്ല. അല്ല, ഇന്നെന്താ പ്രോഗ്രാം? കോളേജിൽ പോണം. കുട്ടികൾക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കണം. ഞാനും MSc മാത്സ് ആണ്. എന്നിട്ടാണോ കാക്കിയിടാൻ ആഗ്രഹിച്ച് നടക്കുന്നത്? എന്താ MSc കാരന് കാക്കിയിട്ടൂടെ? IPS-നും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ? അതുകൊണ്ടാ പ്രിപ്പയർ ചെയ്യുന്നത്. മിക്കവാറും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അടുത്ത മന്ത്രിസഭ അമ്മാവന്റേതാണെങ്കിൽ നല്ലൊരു ജോലി തരപ്പെടുത്തിക്കൂടെ? അന്യരായ ആൾക്കാരുടെ അടുത്ത് ശുപാർശയുമായി ഞാൻ പോയാലും ബന്ധുക്കളുടെ അടുത്ത് ഞാൻ പോവാറില്ല. ഒന്നാമത് അമ്മാവന് ശുപാർശ ചെയ്യുന്നൊന്നും ഇഷ്ടമല്ല. ഇനി ചെയ്താലോ അമ്മാവന്റെ മോള് തലയിലിരിക്കും. എനിക്കതിനോട് താല്പര്യമില്ല. അല്ല, അമ്മാവൻ മാത്രമേ വന്നിട്ടുള്ളൂ അതോ അമ്മാവന്റെ മോളും എത്തിയോ? രണ്ടുപേരും ഉണ്ട്. അതുകൊണ്ട് ഇന്ന് കോളേജിൽ നിന്ന് ലീവ് എടുത്ത് നമുക്കൊന്ന് കറങ്ങാം. പെട്ടെന്ന് വീട്ടിൽ കയറിയ അവളുടെ കത്തി സഹിക്കേണ്ടി വരും. നല്ല കുട്ടിയാണല്ലോ സമുദ്ര. മോശമാണെന്ന് ഞാൻ പറഞ്ഞോ? അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത എന്റെ പിന്നാലെ അവള് നടക്കുന്നതില എന്റെ ദേഷ്യം. അല്ല, നമുക്ക് ആരുടെയും ഇഷ്ടമുണ്ടോ? എന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ പെൺകുട്ടികൾ വളരെ കുറവാ. അപൂർവമാണെന്ന് വേണമെങ്കിൽ പറയാം. തേടിക്കൊണ്ടിരിക്കുക അങ്ങനൊരു പെൺകുട്ടിയെ. ഇയാള് തേടി പിടിക്കുമ്പോ ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? നത്തിങ്, ഒരു സലാം പറഞ്ഞു പോരും. അല്ലാതെ പിന്നാലെ നടന്ന് എന്നെ കെട്ടണേന്ന് പറഞ്ഞ് യാചിക്കാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് വിവാഹത്തിനോട് താല്പര്യമൊന്നുമില്ല. നമ്മുടെ സ്വാതന്ത്ര്യം കളയാൻ വേണ്ടി വീട്ടുകാരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ചടങ്ങ്, ഒരു കൂച്ചുവിലങ്ങ്. അതിനപ്പുറം ഒന്നുമില്ല. എന്നാ പിന്നെ ഞാൻ പൊയ്ക്കട്ടെ. അല്ല, ഞാനും പോവാ. എങ്ങോട്ട്? ടീച്ചറിന്റെ പിന്നാലെ. ഫീൽ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോ. എനിക്ക് നായ്ക്കളെ വലിയ ഇഷ്ടമാണ്. പക്ഷെ പപ്പ വീട്ടിൽ വളർത്താൻ സമ്മതിക്കില്ല. നന്ദിയുള്ള മൃഗങ്ങളാ. മനസ്സിലായി. ഇനി പറയണ്ട. യജമാനത്തെ സ്നേഹിച്ചോണ്ട് ഞാനും പിന്നാലെ വാലാട്ടി നടക്കുന്നു അല്ലേ? ഫീൽ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞതാ. എനിക്കൊരു ഫീലിങ്സും ഇല്ല. ടീച്ചർ എന്ത് പറഞ്ഞാലും പിന്നാലെ വരേണ്ടത് എന്റെ കടമയാ. കടമയോ? തൽക്കാലം അത്രയും അറിഞ്ഞാ മതി. അതുകൊണ്ട് ഇതുവരെ ഗുണമല്ലാതെ ദോഷമൊന്നുമില്ലല്ലോ. തൽക്കാലം വണ്ടി വിടാൻ നോക്ക്.
എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ കാണാൻ വന്നയാള് മുങ്ങി. അപ്പച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനല്ല ഞാൻ വന്നത്. എടി, നീ ഇവിടെ ചേച്ചിയെ ചുറ്റിപ്പറ്റിയൊക്കെ നിക്കടി. അവിടെ വന്നാലും വീടിനകത്ത് തന്നെയല്ലേ നീ ഇരിക്കുന്നേ. എന്നാ എനിക്ക് ഈ അവഗണന ഇഷ്ടമല്ല അച്ഛാ. അതെന്നെ നന്നായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. നീ നിന്റെ പരാതിയൊക്കെ അപ്പച്ചിയോട് പോയി പറ. ചേച്ചിയുടെ മുമ്പിലെ അവൻ അനുസരണയുള്ള കുട്ടിയാവൂ. ഇനി അമ്പാടിയേട്ടന്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടാവോ? അതെ, കുഞ്ഞിന്റെ സംശയം വെറുതെയാന്ന് ഞാൻ പറയത്തില്ല. അമ്പാടി കുഞ്ഞിന്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടി കൊളുത്തിപ്പിടിച്ചിട്ടുണ്ടോന്ന് എനിക്കും സംശയമുണ്ട്. ശങ്കരേട്ടാ, വെറുതെ മോളെ ഇളക്കരുത്. എന്റെ പൊന്ന് സത്യസാറെ, ഉള്ളതുപോലെ നിങ്ങളോട് പറയണ്ടായോ? അതല്ലേ മര്യാദ. ആരാ പെൺകുട്ടി? അമ്പാടിയേട്ടൻ അങ്ങനെ ആരുടെയും പിന്നാലെ പോകുന്ന കൂട്ടത്തിലല്ലല്ലോ. അല്ലായിരുന്നു, എന്നാ ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുക. അതിന്റെ വെളിച്ചത്തിലാ കാക്കിയിട്ടിട്ട് മതി കല്യാണം എന്ന് പറയുന്നത്. മനഃപൂർവ്വം ആ ചടങ്ങ് വെച്ച് താമസിപ്പിക്കുക. കാക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞാല് പിന്നെ കല്യാണം കഴിയുന്നത് പോലും നമ്മളാരും അറിയത്തില്ല. എന്ന് വെച്ച അമ്പാടി കുഞ്ഞിന്റെ സ്വഭാവം അനുസരിച്ച് വല്ല കസബയിലോ കൽപ്പറ്റയിലോ ആയിരിക്കും നിയമനം. അങ്ങനെയെങ്കിൽ അവിടെ നടക്കുന്ന എന്താന്ന് നമുക്കൊന്നും അറിയാൻ പോലും പറ്റത്തില്ല. ഏതെങ്കിലും പെൺകുട്ടി ഇവിടെ വരാറുണ്ടോ അമ്പാടിയേട്ടനെ അന്വേഷിച്ച്? എന്ന് ചോദിച്ചാ ഇവിടെ അങ്ങനെ ആരും വരാറില്ല. പിന്നെ അമ്പാടി കുഞ്ഞ് പോകാറുണ്ടോന്ന് പിന്നാലെ പോയി നോക്കിയെങ്കിലേ അറിയാൻ പറ്റൂ. ആ, പിന്നെ പോകുന്ന ഒരാളും കൂടിയുണ്ട്, അവന്റെ കൂട്ടുകാരൻ ടോണി. അവന്റെ അഭിപ്രായങ്ങളൊക്കെ മൊത്തത്തിലൊന്ന് അവലോകനം ചെയ്ത അമ്പാടി കുഞ്ഞിന്റെ ചങ്ക് ചലിക്കുന്നുണ്ടോന്ന് വേണം കരുതാൻ. ആ ചലനം കൂടിയ ചതി കിട്ടും മോളെ. അപ്പോ ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അമ്പാടിയേട്ടന് ഞാൻ വന്നത് ശല്യമായി കാണൂ. എടി, അങ്ങേര് പറയുന്ന കേട്ടിട്ട് നീ വെറുതെ ഓരോന്ന് മനസ്സിൽ കേട്ടല്ലേ. കഥകൾ ഉണ്ടാക്കാൻ ശങ്കരേട്ടൻ പണ്ടേ മിടുക്കണ. ആയിക്കോട്ടെ, അന്ന് അച്ഛനെ ഇന്റർവ്യൂ ചെയ്യാൻ അമ്പാടിയേട്ടൻ ഒരു പെൺകുട്ടിയായിട്ട് വീട്ടിലേക്ക് വന്ന്. അങ്ങനെയൊന്നും പെൺകുട്ടികളുമായിട്ട് സഞ്ചരിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു. നീ ഇനി ഇത് പറഞ്ഞ് വഴക്കിടരുത്, അവനെ കുറ്റപ്പെടുത്തരുത്. എടി, അങ്ങനെയൊക്കെ ചെയ്താൽ വെറുപ്പ് കൂടുകയേ ഉള്ളൂ. അപ്പച്ചിക്ക് എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടെ എത്തണമെന്ന് ആഗ്രഹം. ഏക തടസ്സം അമ്പാടിയേട്ടനും. അതിന് കാരണം ഒരു പെണ്ണാണോന്ന് മാത്രം ഇനി അറിഞ്ഞാ മതി. ഒറ്റയടിക്ക് കണ്ട അസല് റിവോൾവർ ആണെന്നേ തോന്നും. ഇപ്പോഴത്തെ സാഹചര്യത്തില് ഇതൊക്കെ ആവശ്യം. എന്നുവെച്ചാ ഒരു പെൺസിംഹത്തിനാണല്ലോ എസ്കോട്ട് പോകുന്നത്.
ടീച്ചറെ എന്താ ഇത്? രക്ഷിക്കണം, ഞാനിനി ഒന്നിനും വരുന്നില്ല. എന്നെ വെടിവെച്ച് കൊല്ലരുതെന്ന് പറയണം. വെടിവെച്ച് കൊല്ലുമെന്നോ? എന്തിനാ ടീച്ചറെ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? അയാള് അന്നെ തല്ലിയ ആള് എനിക്കെതിരെ ലക്ഷ്യം വെച്ചു. ഭാഗ്യത്തിനാ ഞാൻ ഓടി രക്ഷപ്പെട്ടത്. ഞാൻ അയാളോട് നിന്നെ വെടിവെച്ച് കൊല്ലാനൊന്നും പറഞ്ഞിട്ടില്ല. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാ. നിന്റെ പ്രവൃത്തികളൊക്കെ അങ്ങേർക്കറിയാം. അങ്ങനെയുള്ള നീ കോളേജിലേക്ക് വരുന്നതിൽ നല്ല അമർഷമുണ്ട്. അതുകൊണ്ട് നിന്നെ കൊല്ലാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്തതിനൊക്കെ മാപ്പ് ചോദിക്കാം. എനിക്ക് ജീവിക്കണമെന്നുണ്ട്. അങ്ങനെ ജീവിക്കണമെന്നുള്ളവൻ എന്തിനാടാ ഇങ്ങോട്ട് വരുന്നേ? ഞാനിനി വരുന്നില്ല. അയാളോട് ടീച്ചർ ഒന്ന് സംസാരിക്കണം. എന്നിട്ട് എനിക്ക് പുറത്തോട്ട് പോകാൻ പറ്റൂ. ഞാൻ സംസാരിച്ചു നോക്കാം. പക്ഷേ അതുകൊണ്ട് ഒരു കാര്യവുമില്ല. എടഞ്ഞ കൊമ്പനെ പോലെ ആരോടെങ്കിലും ദേഷ്യം തോന്നിയ അവരെ ഫോളോ ചെയ്യും. നീ അന്ന് ആസിഡ് ഒഴിക്കാൻ ശ്രമിച്ചത് മുതൽ നീ അമ്പാടിയുടെ നോട്ടപ്പുള്ളിയാ. ഇവിടെ മാത്രമല്ല, നീ പോകുന്നിടത്തൊക്കെ അയാളുടെ കണ്ണുണ്ടാവും. ഞാൻ ചെയ്ത തെറ്റിന് എന്നെ തല്ലി ചതച്ചല്ലോ, ഒരിടത്ത് കിടത്തിയല്ലോ. എന്നിട്ടും നീ പഠിച്ചോ? ഇവിടേക്ക് വരാതിരിക്കുന്നുണ്ടോ? കോടതിയിൽ കേസ് നടക്കും. നീ നിരപരാധിയാണെങ്കിൽ അവിടെ നീ തെളിയിക്കണം. എന്നിട്ടേ ഇതിനകത്ത് കയറാവൂ. ഞാൻ ഇനി ഒരു മത്സരത്തിനുമില്ല ടീച്ചറെ. മര്യാദക്കിരുന്ന് പഠിച്ചോളാം. മയക്കുമരുന്നിന് ഉപയോഗമൊക്കെ നിർത്തി. ഇനിയെങ്കിലും എന്നെ ഒന്ന് ജീവിക്കാനും പഠിക്കാനും അനുവദിക്കണം. ചെയ്ത തെറ്റ് തന്നെ. അതിന് തക്കതായ പ്രതിഫലം നിനക്ക് കിട്ടണം. അവിടെ ഒരു നീക്കുപോക്കിന് നീ ശ്രമിക്കണ്ട. പിന്നെ അമ്പാടിയുടെ കാര്യത്തില് ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. അയാളെ ഒന്ന് തണുപ്പിക്കാം. വീടിന് നായ്ക്കൾ കാവൽ നിൽക്കുന്ന പോലെ അയാൾ പുറത്തു നിൽക്കുക. ആ, അങ്ങനെ തന്നെയാ ആളിന്റെ സ്വഭാവം. നന്ദിയുള്ള കൂട്ടത്തിലാ. അധികം ഒന്നും കുരക്കില്ല. പക്ഷെ കടിക്കേണ്ട സമയത്ത് കടിക്കും. ആ, അതെനിക്ക് മനസ്സിലായി. അതാ എന്റെ ഭയവും. എന്റെ അച്ഛന്റെ കാര്യം പോട്ടെ, അമ്മയെ ടീച്ചറിന് ഇഷ്ടമാണല്ലോ. അമ്മയെ ഓർത്തെങ്കിലും എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറയണം. ആ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമാണോ? തെറ്റ് ചെയ്ത മകൻ ശിക്ഷിക്കപ്പെടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിന്റെ അമ്മയാണ്. അതെന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് അമ്മയുടെ പേര് പറഞ്ഞ് സിമ്പതി പിടിച്ചു പറ്റാൻ നോക്കണ്ട. നീ ചെല്ല്. അയാൾ അവിടെ നിന്ന് പോകാതെ ഞാൻ ഈ കോളേജിന്റെ ഗേറ്റ് കിടന്ന് പോവില്ല. വലിയ ഫയൽവാനൊക്കെയാണല്ലോ. പിന്നെന്തിനാ തോക്കിന്റെ സഹായം? മനസ്സിലായില്ല. റിവോൾവർ കയ്യിലുണ്ടോ? അതെങ്ങനെ ടീച്ചർ അറിഞ്ഞു? ഒരുത്തനെ വെടിവെച്ച് കൊല്ലാൻ നോക്കിയില്ലേ? പിന്നെ എങ്ങനെ അറിയാതിരിക്കാന്? വെടിവെച്ച് കൊല്ലാനോ? ഞാനോ? ജിതേഷിന്റെ നേരെ ഉന്നം പിടിച്ചെന്ന് അവൻ എന്നോട് പറഞ്ഞല്ലോ. ഇതേ ശരിക്കുള്ള തോക്കല്ല. കണ്ടാൽ അങ്ങനെ തോന്നും. പെട്ടെന്ന് ആരെങ്കിലും മുന്നിലോട്ട് വന്നാ ഒന്ന് ഭയപ്പെടുത്താൻ ഒരു കളിപ്പാട്ടം, അത്രേ ഉള്ളൂ. പക്ഷേ അവന്റെ നേരെ ഞാൻ ഉന്നം പിടിച്ചില്ലല്ലോ. ഞാൻ തോക്കുകൊണ്ട് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ആ, അങ്ങനെ നോക്കിയപ്പോ അവന്റെ നേരെയാണെന്ന് അവന് തോന്നിക്കാണും. അതുകൊണ്ടാ അവൻ ഓടി വന്ന് എന്റെ കാലിൽ വീണത്. ആ, അങ്ങനെയൊക്കെ സംഭവിച്ചോ? ആ, അവനങ്ങ് മര്യാദക്കാരനായി പോയിന്നേ. അന്ന് തല്ല് കിട്ടിയപ്പോഴേ അവന് മനസ്സിലായി ടീച്ചറിന്റെ പിന്നില് നല്ലൊരു ബെൽറ്റ് ഉണ്ടെന്ന്. വെറുതെ തോക്കെടുത്ത് ഉന്നം പിടിക്കുകയല്ല,
വേണ്ടി വന്ന കൊല്ലുമെന്നും അവന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ ഇതുപോലുള്ള കീഴടങ്ങളൊക്കെ ഉണ്ടാവും. അവനല്ല ശരിക്കും കീഴടങ്ങേണ്ടത്, അവന്റെ അച്ഛനാ. അല്ല, ഇതുവരെ അങ്ങേരോട് എന്താ വിരോധമെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ശരിക്കും അന്ന് ജിതേഷിനെതിരെ കറുത്ത കോട്ടിട്ടത്, കോടതിയിലേക്ക് വന്നത് മൂർത്തിയെ മുഖാമുഖം കാണാനായിരുന്നു. അയാൾ കോടതിയിൽ നിന്ന് വിയർക്കുന്നത് കാണാനായിരുന്നു. അതിനെനിക്ക് സാധിച്ചു. അവൻ കുറച്ചു ദിവസം ജയിലിൽ കിടന്നു. ഇനി ഇതിനേക്കാൾ വലിയൊരു യുദ്ധമുണ്ട്, മൂർത്തി ചന്ദ്രശേഖരനും ഞാനും തമ്മിൽ. അതറിയാവുന്ന മൂർത്തി ഇപ്പോഴേ അതിൽ നിന്നും രക്ഷപ്പെടാൻ പല മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ടാവും. ഇപ്പോ അമ്പാടി കയ്യിൽ വെച്ചിരിക്കുന്നത് കളിത്തോക്ക. എന്നാൽ മൂർത്തിയുടെ ആൾക്കാർ എനിക്ക് ചുറ്റിനും ഉണ്ടാവും, എന്നെ കൊല്ലാൻ തന്നെ. പേടിയില്ലേ? മരണത്തിനു മുൻപിൽ ഞാൻ നിൽക്കുന്നത് എത്ര തവണ കണ്ടു അമ്പാടി. ആ നേരത്തെ എപ്പോഴെങ്കിലും ഞാൻ ഭയക്കുന്നത് കണ്ടിട്ടുണ്ടോ? എനിക്കാകെ ഇല്ലാത്തത് അത് മാത്രമാ. ശരീരത്തിന് കരുത്ത് കുറവായിരിക്കും, എന്നാൽ മനസ്സിന് അത് കുറച്ച് കൂടുതലാ. ആപത്തിൽ കൂടെ ഞാനുണ്ട്.